ഹായ് ഗായ്സ്, ഇത് ഡിസംബർ 6-നാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പം വയനാട്ടിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒരു 11 ഫാമിലീസിൻ്റെ ഒപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഫാമിലി ട്രിപ്പാണ്. അപ്പം ട്രിപ്പിൻ്റെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മൊത്തമായിട്ട് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ലൊക്കേഷൻ 1 കാന്തപ്പാറ വാട്ടർഫോൾ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് വന്നത്. ഒരു ഉച്ചയോളായിക്ക് വരാൻ. അപ്പോൾ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർഫോളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല വൈബ് സ്ഥലമായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, കിട്ടുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ജീപ്പ് പിടിച്ചിട്ടാണ് വന്നത്. കാരണം വലിയ ബസ് പിടിച്ചിട്ടായിരുന്നു നമ്മൾ ട്രിപ്പിന് ഇറങ്ങിയത്. കുറേ ഫാമിലീസ് ഉള്ളതുകൊണ്ട് കാരണം നമുക്ക് ബസ് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലമായിരുന്നു. നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി. അതൊരു എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. കാരണം നമുക്ക് നടന്ന് നമ്മൾ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്കത് ബസ്സിൽ നിന്ന് കാണേണ്ട അവസ്ഥയായിരുന്നു. കാരണം അവിടെ പണി പാടി. കാരണം നമ്മൾ അവിടെ എത്തിയ സമയത്ത് കുറച്ച് ലേറ്റായി. അപ്പം ഈവനിങ് ആവാനായിരിക്കായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം നെക്സ്റ്റ് നമ്മളപ്പം തന്നെ ലൊക്കേഷൻ നെക്സ്റ്റ് ഡേ ഊട്ടി പോകാമെന്നുള്ള പ്ലാനായി. അപ്പോൾ അവർ പറഞ്ഞു ഇതിലേ പോകുമ്പോൾ നിങ്ങൾക്ക് ഒച്ചയില്ലാണ്ട് ബസ്സിൽ തന്നെ സംഭവം കാണാം, വേറൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ജീപ്പാവുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ പ്ലാൻ 2 ലൊക്കേഷൻ നമ്പർ 2 ഫ്ലോപ്പായി. പിന്നെ നമ്മളിപ്പം നൈറ്റ് ഊട്ടിയിലെത്തി. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ റെഡിയായി ബോട്ടിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ആ ഏരിയ സംഭവമൊക്കെ കാണിച്ചു തരാം. ബാ. ഊട്ടിയിലെ ലൊക്കേഷൻ നമ്പർ 2 ആയിരുന്നു. അവിടുത്തെ ഗാർഡൻ കർണാടക ഗാർഡനായിരുന്നു. പൊള്ളി സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി പ്ലേസായിരുന്നു. നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു പ്ലേസായിരുന്നു അത്. കാരണം നമ്മൾ സാധാരണ ഞാൻ ഫസ്റ്റ് ടൈം ഊട്ടി പോയ സമയത്തൊക്കെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോയത്. ഏകദേശം അതുപോലത്തെ ഒരു സ്ഥലമായിരിക്കും എന്നാണ് വിചാരിച്ചത്. ബട്ട് ഇറ്റ് വാസ് ഓസം. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു രീതിയിലുള്ള അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗാർഡനായിരുന്നു അത്. അവിടെ ഒത്തിരി കാണാനുണ്ട്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയ സമയത്ത് ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് അവിടെയൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം നമ്മൾ പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. അതാണ് ഇന്ന് അത്രേ നമ്മൾ പോയിട്ടുള്ളൂ. പിന്നെ ഡേ 2-ലാണ്. പക്ഷെ നമ്മൾ റൂമിൽ ചെന്ന് നല്ല അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി കിട്ടില്ലാക്കി. ഞാൻ നമ്മൾ ക്ലിപ്പ് നിങ്ങൾക്കിപ്പോൾ കാണാം. ഡേ 3 ഇന്നാണ് നമ്മുടെ റിട്ടേൺ
ഫ്രണ്ട് ബാക്കൊക്കെ. ഇതാണ് നമ്മൾ ഊട്ടിയിലെ സൂയിസൈഡ് പോയിൻ്റ്. അവിടെ നല്ല മഞ്ഞുണ്ടായി, നല്ല തണുപ്പുണ്ടായി. ഞാൻ ഇതിന് മുമ്പ് ഫസ്റ്റായിട്ട് ഊട്ടിയിൽ വന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായി. അപ്പം നല്ല എൻജോയ്മെൻ്റുള്ള സ്ഥലമായിരുന്നു. വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പോയതാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഊട്ടിയിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡൻ. അവിടെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായത്. നല്ല പൊളി സ്ഥലമായിരുന്നു. അതും ഇങ്ങനെ കുറേ നടന്ന് കാണാനുള്ള ഒരു രസമാണ് അവിടെയൊക്കെ. അപ്പോൾ ആ സ്ഥലവും നമ്മളൊന്ന് കണ്ടിട്ട് പോയി. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഇത്ര കണ്ടാൽ മതി. കാരണം അധികം കണ്ടാൽ നിങ്ങൾക്ക് ബോറും അടിച്ചു. അതുപോലെ തന്നെ ഇനി പോയി കാണുന്ന ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൊക്കേഷൻ. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് പൈൻ ഫോറസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കാണാം. വാ.
ഇത് നമ്മളെ ഫസ്റ്റത്തെ ട്രാവൽ വ്ളോഗാണ്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. അതുപോലെ എൻ്റെ ഫസ്റ്റത്തെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടെയുള്ള ഫസ്റ്റത്തെ ട്രിപ്പായിരുന്നു. അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ ബൈ.